1000 കോടിയോളം തട്ടിയ അനന്തു കൃഷ്ണൻ ഇടുക്കിയിൽ വാങ്ങിക്കൂട്ടിയത് കോടികളുടെ ഭൂസ്വത്ത്. സംസ്ഥാനത്തുടനീളം കേസുകൾ ഇപ്പോൾ അനന്തു കൃഷ്ണനെതിരെ രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ ഈ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറാനാണ് തീരുമാനം. കണ്ണൂർ ടൗൺ പോലീസ് എടുത്ത കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റും പ്രതിയാണ്. പ്രതികരണങ്ങളിലേക്ക്. എന്തിനാവശ്യത്തിനാണെന്നൊന്നും എനിക്കറിയത്തില്ല. എന്നോട് ഇങ്ങനെ മേടിച്ചു, എനിക്ക് പലിശ തരാമെന്നും പറഞ്ഞാൽ മേടിച്ച്. പലിശ ഒന്നും അങ്ങനെ തന്നില്ല. പൈസ ഞാൻ കരഞ്ഞൊരോൾ ചെയ്താലും മേടിച്ചു. ഞാൻ കണ്ടിട്ടില്ല. സ്ഥലമൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് മറ്റൊരു പറയണ കേൾക്കാം. പോയിട്ട് ഇപ്പം കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ച ഇത്രയായി. ഈ തട്ടിപ്പ് ഇതുപോലെ തട്ടിപ്പ് ചെയ്യേണ്ട കാര്യം വല്ലതും ഉണ്ടോ ഇവന്? ഇതിൻ്റെ അമ്മയ്ക്ക് ജോലിയുണ്ട്. നമ്മുടെ ഈ അരിയൊക്കെ കൊടുക്കുന്ന സ്ഥലം പിന്നെ പേര് സപ്ലിക്കോയിൽ. നല്ല അഭിപ്രായമാണ് ഞങ്ങൾക്ക്. കാരണം ഈ നാട്ടിലൊന്നും അവനങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഒന്നും എല്ലാം നല്ല സോഷ്യലായിട്ട് ഇടപെടുന്ന ആളൊക്കെയാണ്. പിന്നെ ഇവൻ വെളിയിലുള്ള സംഭവങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. നമ്മളായിട്ട് ഒരു ഇടപാടുമില്ല. ഇവൻ വരുന്നു പോകുന്നു, എന്താണ് അവൻ്റെ ബിസിനസ്, ഇതൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. സ്ഥലമൊക്കെ ഒത്തിരി മേടിച്ച് കൂട്ടിയിട്ടുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ ഒത്തിരി സ്ഥലം വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. അഡ്വാൻസ് കൊടുക്കുമോ ഏണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേരല്ലേ എഴുതിയിട്ടുണ്ടോ എന്നറിയില്ല, അതൊന്നും നമുക്കറിയില്ല. ഒത്തിരി പേർ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്, അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്, ഇതൊക്കെ അറിയാം. വ്യക്തിപരമായിട്ട് ഞാൻ ഇവനെ സംബന്ധിച്ചോളം നാട്ടുകാർക്ക് അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ. ഉള്ള കാര്യം പറയാം, അറിയില്ലാത്തൊരു നമ്മളതൊരു കാര്യമില്ല. പിന്നെ വെളിയിലുള്ള സംഭവം എന്താണ്, ഇവനായിട്ടുള്ള ഇടപാട് എങ്ങനെയാണെന്ന് നമുക്കറിയാൻ പറ്റും. പ്രദേശവാസികളുടെ പ്രതികരണങ്ങളാണ് കേട്ടത്. ഇടുക്കിയിലെ അനന്തുവിന്റെ വീട്ടിൽ നിന്ന് ജെയിനസ് രാജു ഉണ്ട്. അന്വേഷണ വിവരങ്ങളുമായി പ്രദീപ് ജോസഫ്, ഒപ്പം തന്നെ ലാലി വിൻസിന്റെ പ്രതിയാർത്ഥ വിവരങ്ങൾ ഫെലിക്സ് പുളിക്കലും നൽകും. ആദ്യം നമുക്ക് ഫെലിക്സിലേക്ക് പോകാം. ഫെലിക്സ്, ഇപ്പോൾ കൊച്ചിയിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ മാത്രം 1200ഓളം പരാതികൾ വന്നിട്ടുണ്ട്. കണ്ണൂരിലെ സ്ഥിതി എന്താണ്? വ്യാപകമായി അവിടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ? കണ്ണൂരിൽ മാത്രം എത്ര കോടിയുടെ തട്ടിപ്പ് നടത്തി എന്നാണ് അറിയുന്നത്. ഈ ലാലി വിൻസിന്റെ റോൾ എന്താണ് ഇതിൽ? ആര്യ, കണ്ണൂരിൽ വ്യാപകമായ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ഇപ്പോൾ പോലീസിന് ലഭിച്ച പരാതി 1000-ന് മുകളിലാണ്. പക്ഷേ അതിനപ്പുറം ഏതാണ്ട് 2000-ലേറെ പേർ പരാതി ഈ തട്ടിപ്പിലിരയായിട്ടുണ്ട് എന്നതാണ് പോലീസിന്റെ വിലയിരുത്തൽ. പക്ഷേ പലരും പരാതിയുമായി എത്തിയിട്ടില്ല. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിനെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത് കണ്ണൂർ ടൗൺ പോലീസാണ്. ഈ പള്ളിക്കുന്നുള്ള മോഹനൻ എന്നയാൾ ഈ സീഡ് എന്ന സൊസൈറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു, ബ്ലോക്ക് സെക്രട്ടറി ആയിരുന്നു. ഇയാളാണ് ഈ പരാതി നൽകിയത്. 464 പേരെ, കണ്ണൂർ ബ്ലോക്കിൽ മാത്രം 464 പേരെ ഈ പണം വാങ്ങി പറ്റിച്ചു എന്നതാണ്. അതിൽ 7ാമത്തെ പ്രതിയായാണ് ഇപ്പോൾ ലാലി വിൻസെന്റിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വിശ്വാസവഞ്ചന എന്ന കുറ്റം എന്നതാണ് വകുപ്പാണ് ഈ ലാലി വിൻസെന്റ് അടക്കം അനന്തു കൃഷ്ണൻ അടക്കം 7 പേർക്കെതിരെ കണ്ണൂർ ടൗൺ പോലീസ് എടുത്തിട്ടുള്ളത്. കണ്ണൂർ വ്യാപക തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ലാലി വിൻസെന്റ് ഈ സർദാർ പട്ടേൽ എന്ന ഇവരുടെ ഈ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ലീഗൽ അഡ്വൈസറാണ്. ആ ലീഗൽ അഡ്വൈസർ എന്ന നിലയ്ക്കാണ് ലാലി വിൻസെന്റിനെയും ഇപ്പോൾ ടൗൺ പോലീസ് പ്രതി ചേർത്തിട്ടുള്ളത്. കണ്ണൂരിൽ നടന്ന തട്ടിപ്പ് വളരെ വ്യാപകമാണ്. അതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് ഇപ്പോൾ പോലും പോലീസിന് പറയാൻ കഴിയുന്നില്ല. കാരണം 2000-ലേറെ പേർ ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്നതാണ് പ്രാഥമിക വിലയിരുത്തൽ. പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന് പറഞ്ഞ് 60,000 രൂപയും തയ്യൽ മെഷീൻ നൽകാമെന്ന് പറഞ്ഞ് 3500 രൂപയും ടാബ് നൽകാമെന്ന് പറഞ്ഞ് 20,000 രൂപയുമാണ് ഒരാളിൽ നിന്നും ഇവർ വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഒരാളിൽ നിന്ന് വാങ്ങിയ പണം എന്നത് 80,000-ന് മുകളിൽ വരും. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന 2000-ഓളം പേർ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെങ്കിൽ ഓരോ ജില്ലകളിൽ നിന്നാണ് വിവരങ്ങൾ വരുന്നത്. നേരത്തെ നമ്മൾ കേട്ട പ്രതികരണങ്ങൾ ഈ അനന്തുവിന്റെ സമീപ പ്രദേശത്തുള്ള ആളുകളുടെയാണ്. അവിടെയാണ് ഭൂസ്വത്തൊക്കെ വാങ്ങി